ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിന്ന് റെഡി ആയിട്ട് ഹാരോലേക്ക് പോകാൻ പോവാട്ടോ. ഹാരോൽ എന്താന്നല്ലേ വിശേഷം, മമ്മി പറയട്ടോ. അത് ഇന്ന് ഞങ്ങളുടെ ചെണ്ടകൊട്ടിന്റെ അരങ്ങേറ്റം. ആരുടെ കൂടെ? ജയറാമിന്റെ കൂടെയും മട്ടന്നൂർ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് കൊട്ടണമാരാരില്ലേ, അവരുടെ മക്കള്, പിന്നെ ചിത്ര വരുന്നുണ്ട്. ഒരുപാട് എക്സൈറ്റഡാണ് ഞങ്ങൾ എല്ലാവരെയും കാണാനും ഞങ്ങളുടെ പെർഫോമൻസ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഇന്ന് അതിൻ്റെ ഫൈനൽ പ്രാക്ടീസ് റിഹേഴ്സലാണ്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ പോവാണ്. നാളെയാണ് പരിപാടി. ഓക്കെ, വാച്ച് ഓൺ. അപ്പം ഞങ്ങൾ പോട്ടെ. ഓൾറെഡി ലേറ്റ് ആയി ഇച്ചിരി. ഇനി ഇവിടെ വർത്താനം പറഞ്ഞൊന്നും ടൈം ഉണ്ടാവില്ല. അച്ഛൻ കണ്ടില്ലേ, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി ഉള്ളി കയറാം. ഞാനിനി ഉള്ളി കയറട്ടെ. ഞങ്ങളങ്ങനെ ഹാരോലെത്തിയിട്ടോ. ഇവിടെ ബ്രയൻ ഹാളിൽ വന്ന് ഇറങ്ങിയത് കണ്ടോ, ഹാളിൽ വന്നിറങ്ങി. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് പക്ഷെ 3 മണിക്ക് കേട്ടോ ഇവിടുത്തെ റിഹേഴ്സൽ. പക്ഷെ അതിന് മുമ്പ് ഞങ്ങളെത്തി. ഇപ്പോൾ ടൈം ഏകദേശം 1 o'clock ആയിട്ടേ ഉള്ളൂ. Last lesson ആണ് non-stop Taketa in one pattern 4 Taketas. Valentara people must play 2 into 4 times, then 5 into 2. Ding 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 ding. Right? Okay. Please. No chenda, only Alamtala and Valentara. Ready? 1, 2, 3, 4.
കടഞ്ഞു മൊത്തം പോയി. ഞങ്ങളങ്ങനെ ഇന്നത്തെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് പോവാണ്. ജയറാമേട്ടൻ്റെ കൂടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഫുള്ള് ത്രില്ഡാണ് ഞങ്ങൾ നാളത്തെ പരിപാടിനെ കുറിച്ച് അറിയാനും കാണാനൊക്കെ ആയിട്ട്. സോ വെയിറ്റ് ആൻഡ് വാച്ച്. ഇനി നാളെ ബാക്കിയുള്ളത് കാണാം. ഹലോ, അങ്ങനെ ഞങ്ങളിവിടെ ഹാരോ ഹോട്ടലിൽ വന്ന് ഇറങ്ങി. ഇത് ഡ്യൂക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ഹാരോയിലുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞു കേട്ടോ. അതെ, ഇവിടെ ഇങ്ങനെ പോകുന്നത്. ഇവിടെ നോക്കി നിറച്ച് കാടിൻ്റെ ഉള്ളിലൊരു ഹോട്ടൽ എന്ന് പറഞ്ഞ പോലെയായി. ഇത് മരങ്ങളും ഇതൊക്കെയാണ് കിടക്കുന്നത്. എന്താ കേട്ടില്ല? എന്താ പറഞ്ഞേ? 3 സ്റ്റാർ ഹോട്ടൽ. അതിനൊരു എന്താ പറയണേ, ഇത് വേണം നിൽക്കാനായിട്ട്, നൊസ്റ്റാൾജിയ. ഇതാണ് നമ്മുടെ ഹോട്ടലിലേക്ക് പോകുന്ന മെയിൻ എൻട്രൻസ്. ഇവിടെയാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ ശരിക്കൊരു കാട്. അതിൻ്റെ അവിടെ നോക്കി നിറച്ച് മരങ്ങളും ചെടികളും പൂക്കളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും. കണ്ടോ? അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. റിഹേഴ്സലൊക്കെ ഞങ്ങളുടെ സൂപ്പറായിരുന്നു. അവിടെ നമ്മുടെ ജയറാമേട്ടനുണ്ടായിരുന്നു, പിന്നെ മറ്റന്നൂരായിരുന്നു. അവരുടെ കൂടെ ചെണ്ട കൊട്ടി, പിന്നെ അവർ ഞങ്ങളെ കൊട്ടുന്നത് കണ്ടു. അങ്ങനെ ഇന്നത്തെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞു. കുറച്ച് ഫോട്ടോസ് എടുത്ത്, കുറച്ച് വീഡിയോസ് എടുത്ത്, അങ്ങനെ അടിച്ച് പൊളിച്ചു. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നാളെയാണ്. അപ്പോൾ ഹോട്ടലിലേക്ക് പോകണ വഴി കാണിച്ചു കേട്ടോ. ഇത് നോക്കി, കണ്ടോ, ശരിക്കും കാട് പോലെ തന്നെ മരങ്ങളൊക്കെ കണ്ടോ. ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ പുല്ലും. ഇതൊക്കെ കണ്ടോ, ഒരു വിജനമായ സ്ഥലത്ത് ഒരു ഹോട്ടല് ഉണ്ടോ. വാവ്, ഇവര് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, ഇവിടുത്തെ ഭാഗം മാത്രം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പൂക്കളൊക്കെ ഉണ്ട്. ഇവിടെ ഗാർഡനാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഗാർഡൻ ഉണ്ട്, പിന്നെ അവരുടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, നമുക്ക് ചെക്ക് ഇൻ ടൈം 3 o'clock ആയിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ അവിടുത്തെ റിഹേഴ്സൽ ആയതുകൊണ്ട് നമ്മൾ ലേറ്റായി. ഗാർഡൻ ഉണ്ട് ഇവിടെ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ അടിയിട്ടുണ്ട്. നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പോവാണ് നമ്മുടെ റൂമിലേക്ക്. അപ്പോൾ ഗാർഡൻ ലോഞ്ച് ഏരിയയിലാണ് നമ്മുടെ റൂംസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് പോകുന്ന വഴി ഞാൻ കാണിച്ചിട്ടുണ്ടോ. ഇത് ഇവിടെയാണ് ഹോട്ടൽ റിസപ്ഷനിലാണ് നമ്മൾ പോയത്. അവിടെ പോയി ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതേ നമ്മൾ പോവാം. ഗാർഡൻ ലോഡ്ജ് ബെഡ്റൂംസ്. കണ്ടത് ദേ അവർ പോകുന്നു. കാട്ടിൽ കൂടിയാണോ പോണേ? നിങ്ങളെന്തിനാ അങ്ങോട്ട് പോണേ? കാട്ടിലാണോ കടിക്കാൻ പോണെന്ന്? കൊളം കുളിക്കണ്ട അപ്പ പോയിട്ട് ഇങ്ങോട്ട് പോതോ. നല്ല രസമുണ്ടെന്നായാലും അവിടെ കാണാനായിട്ട്. അതന്നെ ഞങ്ങൾ അങ്ങോട്ട് കേറി പോയത്. അപ്പൊ നമ്മളിത് ഇനി കയറാൻ പോവാണ് നമ്മുടെ ബെഡ്റൂമിലേക്ക്. ആദ്യം ബെഡ്റൂമൊക്കെ എവിടെയാന്ന് നോക്കിയിട്ട് പോവാം. വായോ. അവരപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരട്ടെ. നമുക്കെന്നാ പോയി നോക്കാം റൂമിൽ എങ്ങനെയുണ്ട്. എൻ്റെ ഓക്കെ ആണോ റൂം? ആണോ? അതപ്പോ കീ കാർഡ് അവരുടെ അടുത്തില്ലേ? ഇതാണ് നമ്മുടെ റൂം. ദിസ് ഈസ് അവർ റൂം. കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. കണ്ടോ, ടോയ്ലറ്റ്, ഒരു ഷവറ്, പിന്നെ ഇവിടെ നമുക്ക് വാഷ് ബേസിൻ, പിന്നെ അവിടെ സോപ്പ്, ഫേസ് വാഷ് എല്ലാം ഉണ്ട് ഇവിടെ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇവിടെ ചായ ഉണ്ടാക്കാനുള്ള കെറ്റില്, ഇത് ബിസ്ക്കറ്റ്, പിന്നെ ഇത് ബെഡ്റൂം, AC ഉണ്ട്, പിന്നെ ഇത് ഇവിടെ TV ഉണ്ട്, ഒരു ചെറിയൊരു മിററുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് റൂം. മുടിയൊക്കെ നാശമായി.
ഇനി താഴെ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരട്ടെ. ഇപ്പം ഞാൻ റൂമൊക്കെ കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? ഇത് ഇനി ഞങ്ങൾ പോയി ഒന്ന് സെറ്റിലായി ഫ്രഷൊക്കെ ആയി റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.